ഇന്ന് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ദീപ്തി ആൻജോയ്. ഞാൻ പുല്ലുവഴി സെൻറ്റ് തോമസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കൂടെ ഉള്ളത് അമ്മയും എൻ്റെ മോളുമാണ്. 2023 മെയ് മാസമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഈ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അമ്മ പല പ്രാവശ്യം വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയും ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ 2023 മെയ് മാസം ഞങ്ങൾക്ക് വിവാഹം കഴിച്ച് 3 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. ആ ഒരു നിയോഗം വെച്ചായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നത്. ഉടമ്പടി എടുത്തത് 2023 2022 എനിക്ക് എൻഡോമെട്രിയൽ സിസ്റ്റ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുകയും അതിൻ്റെ സർജറി ചെയ്യുകയും ചെയ്തിരുന്നു. എങ്കിലും അതിനുശേഷവും കുട്ടികളുണ്ടായിരുന്നില്ല. 2023 ഉടമ്പടി എടുത്തെങ്കിലും അതിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകാനോ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചു പോരാനോ സാധിച്ചിരുന്നില്ല. തുടർന്ന് 2024 ഒക്ടോബർ മാസമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി പുതുക്കുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് പൂർണ്ണമായ ബോധ്യത്തോടെയും ആഴത്തിലുള്ള വിശ്വാസത്തോടെയുമാണ് ഞാൻ ഉടമ്പടി പുതുക്കിയത്. ആ 2024 ഒക്ടോബറിൽ ഉടമ്പടി എടുത്തു. അന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്കും ഹസ്ബൻഡിനും അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിക്കാനും അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമെന്നും കുഞ്ഞിനെയുമായി വന്ന് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഉണ്ടായത്. മാതാവ് ഞങ്ങളെ ഈശോ വഴി തീർച്ചയായും അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കാനായിട്ട് തൈലം തരികയും പില്ലോയുടെ താഴെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരു കാശുരൂപം തരുകയും ചെയ്തിരുന്നു. വീട്ടിൽ ചെന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ഞാനും ഹസ്ബൻഡും എൻ്റെ വയറ്റിൽ കൈവച്ച് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. അതുപോലെ ഈ ഉടമ്പടിയെ തുടർന്ന് 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തേത്, പല ഉടമ്പടികളുടെ അകത്തും ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ ഈ നവംബർ ലാസ്റ്റ് 28-ാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം. അപ്പോൾ ഞാൻ മാതാവിനോട് കാര്യമായി പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് 28-ാം തീയതിക്കുള്ളിൽ ഒരു ഗുഡ് ന്യൂസ് തന്ന് അനുഗ്രഹിക്കണമേ എന്ന്. അതുപോലെ ഒക്ടോബർ മിഡോടുകൂടിയാണ് ഉടമ്പടി എടുത്തത്. നവംബർ ആദ്യമായപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിനക്ക് പറയാനുള്ള സാക്ഷ്യം നീ എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്ന തുടർച്ചയായി എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങി. അത് പക്ഷേ ആദ്യമൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ആ തോന്നൽ വല്ലാണ്ട് കൂടി വന്നതോടെ ഞാൻ വചനങ്ങളൊക്കെ എല്ലാ ദിവസവും എഴുതുന്ന ഒരു ബുക്കുണ്ടായിരുന്നു. ആ ബുക്കിൽ ഞാൻ ഇന്ന് പറയാനുള്ള സാക്ഷ്യം ഞാൻ അന്ന് എഴുതി വെച്ചിരുന്നു. നവംബർ 26-ാം തീയതിയാണ് ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത്. അന്ന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. അന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് 28-ാം തീയതി പ്രഗ്നൻസി പോസിറ്റീവായിട്ട് റിസൾട്ട് വരികയും ചെയ്തു. പ്രഗ്നൻ്റ് ആയതിനു ശേഷവും ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു വിശ്വസിച്ചു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഉപ്പും ഒക്കെ വെള്ളത്തിൽ ചാലിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം 3-ാം മാസം പ്ലാസൻ്റ പ്രീവിയ ഗ്രേഡ് 4 എന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തു. അത് നമ്മുടെ പ്ലാസൻ്റ ഏറ്റവും താഴെ വന്ന് നിൽക്കുന്നത് കാരണം ബ്ലീഡിങ് ഉണ്ടാവാനും അബോർഷനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി മൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ അങ്ങനെ സ്ട്രെയിനുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ ശക്തമായി തന്നെ പ്രാർത്ഥനയിൽ തുടർന്നു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ദൈവം സഹായിച്ച് ഉണ്ടായിട്ടില്ല. എന്നാൽ പ്രഗ്നൻസിയുടെ 5-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് കിഡ്നിക്ക് ഇഷ്യൂസ് ഉണ്ടെന്നും അതുപോലെ ബ്രെയിനിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെന്നും പറഞ്ഞു. പിന്നീട് അടുത്ത 2 ആഴ്ചയ്ക്ക് ശേഷം ഒന്നോടെ സ്കാൻ ചെയ്തപ്പോഴും അത് മോഡറേറ്റ്ലി സിവിയർ ലെവലിൽ കിഡ്നിയുടെ ഇഷ്യൂസ് ഉണ്ടെന്ന് കാണിക്കുകയുണ്ടായി. അപ്പോഴൊന്നും പക്ഷേ എനിക്ക് കാര്യമായ ടെൻഷൻ അധികമായിട്ടുണ്ടാവുകയൊന്നും ചെയ്തില്ല. കാരണം ഞങ്ങൾ ഇതിൽ കൃപാസനം ഉടമ്പടിയിൽ പൂർണ്ണമായി വളരെ വിശ്വസ്തയോടെ പാലിച്ചുകൊണ്ട് പോരുകയായിരുന്നു. മാതാവ് തന്ന കുഞ്ഞിനെ മാതാവ് തന്നെ കാത്തോളും, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉറച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ തൈലവും ഉപ്പും എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ജൂലൈ മാസം 18-ാം തീയതി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 10 മാസമായി. അതിനുശേഷം 2 പ്രാവശ്യം അൾട്രാസൗണ്ട് ഫോളോ അപ്പ് ചെയ്തു. കിഡ്നിക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല, ബ്രെയിനിലാണെങ്കിലും യാതൊരു ഇഷ്യൂസും ഇല്ല.
ഇപ്പോൾ കൃത്യമായിട്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തത്, ഇവിടുന്ന് കൃപാസന പത്രം അക്രൈസ്തവരുടെ ഇടയിലും ഓട്ടോ സ്റ്റാൻഡിൽ അവരോടൊക്കെ അടുത്ത് പത്രത്തെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലിയാണ് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നത്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെയും അതുപോലെ ഫുഡ് ആവശ്യമുള്ളവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയും, അതുപോലെ പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രായമായവരൊക്കെ സംസാരിക്കാനൊന്നും ആരുമില്ലാത്തവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. ആത്മീയതയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക, പറ്റുമ്പോഴെല്ലാം കുർബാന കാണാനും ഒക്കെ ശ്രമിച്ചിരുന്നു. അതുപോലെ ബൈബിൾ വായന മുടക്കിയിരുന്നില്ല. വചനങ്ങൾ ഒത്തിരി പ്രാവശ്യം ബുക്കിൽ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വസിച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തതിൽ ഒരുപാട് നന്ദി. ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. ദീപ്തിയാൻ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ സമയത്തിന് മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ അവർക്ക് 3 വർഷത്തിന് ശേഷമുള്ള അവരുടെ വലിയ സങ്കടത്തിൽ നിന്ന് അവർക്ക് ഈശോ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണിത്. എൻഡോമെട്രിക് സിസ്റ്റ്, കിഡ്നിയിലുള്ള കുഞ്ഞിൻ്റെ അസ്വസ്ഥതകൾ, പ്രഗ്നൻസി, പ്ലാസൻ്റ ഇഷ്യൂസ് ഇതെല്ലാം ഉണ്ടായിട്ടും ആദ്യത്തെ തവണ പുതുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മകൾക്ക് പൂർണ്ണ ബോധ്യത്തോടെയും ഈശോയെ സ്നേഹിക്കണമെന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്ക് ചെയ്തു തീർക്കേണ്ട എല്ലാ കടമ്പകളും ചെയ്യണം, കൃത്യമായി ദിവ്യബലിയിൽ പങ്കെടുക്കണം, കുമ്പസാരിക്കണം, അനുതാപത്തോടുകൂടി മറ്റുള്ളവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള ഒരു വലിയ ബോധ്യത്തിലേക്കും അവബോധത്തിലേക്കും ദീപ്തി ചെയ്യാൻ കടന്നു വന്നത്. കൃത്യമായി ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിവാഹ വാർഷികത്തിൻ്റെ ആ ദിവസം തന്നെ അവർക്ക് പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് കാണാനായിട്ട് സാധിച്ചു. വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് അവർക്ക് ഈശോ നൽകിയത്. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിന് അവരിന്ന് നന്ദി പറയുകയാണ്. 10 മാസം പ്രായമുള്ള കുഞ്ഞാണ് അവർ അൾത്താരയിൽ കൊണ്ടുവന്ന് സാക്ഷ്യം പറയുന്നത്. ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളുടെയും സങ്കടങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ദീപ്തിയാനും കുഞ്ഞിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.